ഹലോ, ഇന്ന് പുതിയൊരു ശലഭത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് പോകാം. ഇന്ന് നമ്മൾ കാണുന്ന ശലഭം ഗ്രേറ്റ് എഗ് ഐ ഓ ബ്ലൂ മൂൺ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ശലഭത്തിനെ കാണാം. അത് വളരെ സുന്ദരമായ, വളരെ ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. ഇന്ത്യയിലെവിടെയും ഏഷ്യയിലും ഓസ്ട്രേലിയയിലും സാധാരണ കാണപ്പെടുന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. 70 മില്ലിമീറ്റർ തൊട്ട് 110 മില്ലിമീറ്റർ വരെ അതിൻ്റെ വിങ് സ്പാൻ ഉണ്ട്. അതുകൊണ്ട് അത് തീരെ ചെറിയ ബട്ടർഫ്ലൈ അല്ല, ഏറ്റവും വലിയ ബട്ടർഫ്ലൈ അല്ല. പക്ഷേ വളരെ പറക്കാൻ താല്പര്യമുള്ള, പൂക്കളുടെ തേനും പഴത്തിൻ്റെ അഴുകിയ പഴവും കഴിച്ച് ജീവിക്കുന്ന ഒരു സുന്ദരമായ ബട്ടർഫ്ലൈ. അതിൻ്റെ ബട്ടർഫ്ലൈയുടെ ആൺ പെൺ ശലഭങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസമാണ്. ആൺ ശലഭം നല്ല ബ്ലാക്കായിട്ട്, നല്ല വെൽവെറ്റി ബ്ലാക്ക് കളറാണ് അതിൻ്റെ ചിറകുകൾക്ക്. അതുമാത്രമല്ല, ആ ചിറകുകളിൽ, മുൻചിറകുകളിലും പിൻചിറകുകളിലും ഈ രണ്ട് മുട്ടയുടെ ഷേപ്പിൽ ഒരു ബ്ലൂയിഷ് അല്ലെങ്കിൽ പേർപ്പിളിഷ് കളറിൽ പാച്ചസ് ഉണ്ട്. മുൻചിറകിൽ 2 ചെറിയ പാച്ചും പിൻചിറകിൽ വലിയ പാച്ചും. അത് ലൈറ്റ് വരുന്നതനുസരിച്ച്, ലൈറ്റ് വീഴുന്നതനുസരിച്ച് അതിൻ്റെ ഭംഗി കൂടും. നല്ല ലൈറ്റ് വീഴുവാണെങ്കിൽ നല്ല പേർപ്പിളിഷായിട്ട് ആ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ പേർപ്പിളിഷ് മുട്ടകൾ പോലെ അത് തിളങ്ങും. അത് അതിൻ്റെ ഭംഗി കൂട്ടുന്ന, അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം, ആ പാച്ചസ് അതുപോലെ കാണുന്നതുകൊണ്ടായിരിക്കാം അതിന് ബ്ലൂ മൂൺ ബട്ടർഫ്ലൈ എന്നും, എഗ്ഗിൻ്റെ ആകൃതിയിലുള്ള പാച്ചസ് ആയതുകൊണ്ടായിരിക്കാം ഗ്രേറ്റ് എഗ് ഫ്ലൈ എന്നും അത് അറിയപ്പെടുന്നത്. അതേസമയം ഇനി എന്തെങ്കിലും ഇതിങ്ങനെ ചിറക് വിരിച്ചിരിക്കുമ്പോഴോ നെക്ടർ കുടിക്കുമ്പോഴോ എന്തെങ്കിലും ആപത്തിൻ്റെ സൂചന കണ്ടാൽ ആ ചിറകങ്ങ് ഫോൾഡ് ചെയ്യും. അപ്പോൾ ശരിക്കും ഒരു ഇളം തവിട്ട് നിറത്തിൽ ആണ് ചിറകിൻ്റെ അടിവശം. അത് കണ്ടാൽ അതേതോ ഉണങ്ങിയ ഇല മാതിരിയേ തോന്നുള്ളൂ. അത് അങ്ങനെ അതിൻ്റെ ശത്രുക്കളിൽ നിന്ന് അതിന് രക്ഷ നേടാനുള്ള ഒരു മാർഗം, ഒരു കാമോഫ്ലോജ് പോലെ ഒരു മാർഗമാണ് കാണുന്നത്. ഇനി പെൺശലഭങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് അത്രയും കറുത്തതായിരിക്കില്ല, അത്രയും സൗന്ദര്യമുള്ളതായിരിക്കില്ല. വലിയ ബട്ടർഫ്ലൈ മെയിലിനേക്കാളും വലുതായിരിക്കും, പക്ഷേ ഇളം തവിട്ട് നിറത്തിൽ ചിറകുകളായിരിക്കും. നല്ല വൈറ്റ് മാർക്കിങ്സ് കാണും, പക്ഷേ മുട്ടയുടെ പാച്ചസ് കാണത്തില്ല. കണ്ടാലൊരു വേറൊരു തരം ബട്ടർഫ്ലൈ, കോമൺ ക്രോ എന്ന് പറയുന്ന ബട്ടർഫ്ലൈയെ പോലെ ഇരിക്കും. ആ കോമൺ ക്രോ ബട്ടർഫ്ലൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ടേസ്റ്റ് ഇല്ല. അതിൻ്റെ പ്രീഡേറ്റേഴ്സ്, അതിൻ്റെ ശത്രുക്കൾ എന്തിനാണ് ഇതിനെയൊക്കെ തിന്നുന്നത്, അതിൻ്റെ ഒരു രുചിക്ക് കൂടിയാണ്. ഭക്ഷണം രുചികരമായിരിക്കണമല്ലോ. പക്ഷേ കോമൺ ക്രോ ബട്ടർഫ്ലൈയുടെ രുചികരമല്ല. അതുകൊണ്ട് ഈ ഫീമെയിൽ ബട്ടർഫ്ലൈ ശരിക്കും കോമൺ ക്രോ ബട്ടർഫ്ലൈയെ പോലെയാണ് ഇരിക്കുന്നത്. അത് അതിൻ്റെ ശത്രുക്കളിൽ നിന്ന് അതിന് രക്ഷ നേടാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇത് കോമൺ ക്രോ ബട്ടർഫ്ലൈ ആണ്, ഇതിനെ പിടിച്ചിട്ട് കാര്യമില്ല, അതിന് ടേസ്റ്റ് ഇല്ല എന്ന് വെച്ച് ശത്രുക്കൾ അങ്ങ് തിരിച്ചു പോകും. പിന്നെ ഇതിൻ്റെ ഫീമെയിൽ ബട്ടർഫ്ലൈക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യരെ പോലെ തന്നെ ഒരു മെറ്റേണൽ കെയർ ഉണ്ട്. സാധാരണ ഒരു ഫീമെയിൽ ബട്ടർഫ്ലൈ 2 തൊട്ട് 5 മുട്ട വരെയാണ് ഇടുന്നത് അതിൻ്റെ ലാർവൽ പ്ലാന്റിൽ. ആ 5 മുട്ട ഇലയുടെ അടുക്കിട്ട് കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ബട്ടർഫ്ലൈ അതിൻ്റെ ചുറ്റും തന്നെ ഉണ്ടാവും, ആ മുട്ട വിരിയുന്നത് വരെ. ആ മുട്ട ഇട്ടിട്ട് അതെങ്ങും പോകില്ല. മനുഷ്യരെ പോലെ തന്നെ ആ മുട്ടയെ നോക്കി നടക്കും. അതുമാത്രമല്ല, പറയപ്പെടുന്നത് ഈ മുട്ട ഇടാൻ സെലക്ട് ചെയ്യുന്ന ലാർവൽ പ്ലാന്റിൻ്റെ ഇലയെന്ന് പറയുന്ന മറ്റ് ഇൻസെക്ട്സ് ഒന്നും അടുക്കാത്ത, ഉറുമ്പൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നോക്കി വളരെ സേഫായിട്ടാണ് ഈ ഫീമെയിൽ ബട്ടർഫ്ലൈ മുട്ടയിടുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെയിൽ ബട്ടർഫ്ലൈക്ക് ഒരു സ്വഭാവമുണ്ട്. മെയിൽ ബട്ടർഫ്ലൈ ഒരു അതിർത്തി നിശ്ചയിക്കും. ആ അതിർത്തിക്കകത്ത് ജയൻ്റ് ബട്ടർഫ്ലൈയുടെ പോലും വേറൊരു മെയിലിന് കയറാൻ ആ ബട്ടർഫ്ലൈ സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ അതിർത്തി, ഇപ്പം നമ്മൾ കേട്ടില്ലേ, നായ്ക്കളൊക്കെ അതിർത്തി മുദ്രയൊഴിച്ചിട്ട് ആ അതിർത്തി നിശ്ചയിച്ചിരിക്കും, വേറൊരു പട്ടി വരുന്നത് പോലും അതിന് ഇഷ്ടമില്ലാന്ന്. അതുപോലെ തന്നെ മെയിൽ ബട്ടർഫ്ലൈ അതിൻ്റെ അതിർത്തി തീരുമാനിക്കുക. ആ അതിർത്തിക്കകത്ത് അതിൻ്റെ തന്നെ വർഗ്ഗത്തിലുള്ള ബട്ടർഫ്ലൈയെ കയറ്റുകയില്ല. വളരെ രസകരമല്ലേ ഇതൊക്കെ കേൾക്കാൻ തന്നെ, കാണാനും അറിയാനും. ഇനി മുട്ട 2 തൊട്ട് 5 മുട്ട വരെ ആയിരിക്കും. അത് ഇളം പച്ച നിറത്തിലായിരിക്കും. പൊട്ടിക്കഴിഞ്ഞാൽ ലാർവ
വരുന്ന ലാർവ കറുത്ത ലാർവയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കറുത്ത ലാർവയ്ക്ക് മുള്ളുണ്ട്, ദേഹത്തെല്ലാം മുള്ളുണ്ട്. പക്ഷേ അതിൻ്റെ തല ഓറഞ്ചാണ്. ഓറഞ്ച് തലയുള്ള കറുത്ത ബട്ടർഫ്ലൈ ആണ്, കറുത്ത ലാർവയാണ് വിത്ത് സ്പൈൻസ്. അത് കഴിഞ്ഞ് അത് പ്യൂപ്പ സ്റ്റേജിൽ പോവും. 2 ആഴ്ചയാണ് സമാധിക്കാലം. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ജയൻറ്റ് ബട്ടർഫ്ലൈ ആയിട്ട് തിരിച്ചു വരും. ഇനി ഇതിൻ്റെ ലാർവൽ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോട്ടിലിക്ക 10 മണി എന്നൊക്കെ പറയല്ലേ, 10 മണി ചെടികളെന്ന് പറയല്ലേ, ആ പോട്ടിലിക്ക വെറൈറ്റിയിലത് അവർ ചീരയുടെ ഗ്രൂപ്പിൽപ്പെട്ട ഇത് കുറിഞ്ഞി, നീലക്കുറിഞ്ഞി, പിന്നെ മുറിവുണക്കി പച്ച എന്നൊക്കെ പറയത്തില്ലേ, അത്തരം ചെടികളാണ് ഇതിൻ്റെ ലാർവൽ പ്ലാന്റ് ആയിരിക്കുന്നത്. ഈ ഗ്രേറ്റ് ഐ ബട്ടർഫ്ലൈയുടെ തന്നെ ഒരു ചെറിയ ഇനമുണ്ട്, ചെറിയ മുട്ട ശലഭം. ഇത് വലിയ മുട്ട ശലഭം. ആ ചെറിയ മുട്ട ശലഭത്തിനാണെങ്കിൽ ചെമ്പരത്തിയാണ് അതിൻ്റെ ലാർവൽ പ്ലാന്റ്. അപ്പോൾ ഇനിയും കാണാം അടുത്ത വിശേഷങ്ങളുമായിട്ട്, അടുത്തൊരു ചിത്രശലഭ വിശേഷങ്ങളുമായിട്ട്. ബൈ.